ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരു അമ്മ മുങ്ങി എന്നുള്ളത്. ആ അമ്മ അഡ്മിറ്റ് ആകുമ്പോൾ വ്യാജ വിലാസമാണ് കൊടുത്തത് എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, കൂട്ടുകാരുടെ അമ്മയാണ് കൂട്ടിയിരിക്കാൻ വന്നത് എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇതിനൊക്കെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് കൃത്യമായിട്ടൊരു ജലദോഷമായി പോയി കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഒ പി ടിക്കറ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് അറിയാലോ ആരാണ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കൂലേ. ഇതൊന്നും അന്വേഷിക്കാതെയാണ് അവരവിടെ അഡ്മിഷൻ കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ യുവതി ഗൾഫിലായിരുന്നു, ഭർത്താവുമായി പിരിഞ്ഞ് 3 വർഷമായി. അതുകൊണ്ട് തന്നെ ഗർഭവും കൊണ്ട് വീട്ടിൽ വരാൻ പറ്റൂലല്ലോ. ഇതായിരുന്നാന്ന് ചോദിക്കൂലേ. അതായത് ഗൾഫിലൊക്കെ പോയിട്ട് ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഴിഞ്ഞാടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ച് എൻ്റെ കൂടെ കള്ളു കുടിക്കാൻ താല്പര്യമുണ്ടോ, അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇന്ന് വരുന്നോ എന്നൊക്കെ ചോദിച്ച് മലയാളികളായ കുറേ എണ്ണം അവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വീടും കുടിയും ഒക്കെ ഉള്ളതാണ്. ഇപ്പോഴൊരു സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് വീട് വാർക്കണം, എനിക്ക് വീട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ കസ്റ്റമറെ ഇങ്ങോട്ട് വരുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പോയി ചെന്ന് ചാടി കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്നായിരിക്കാം ഒരു ദിവ്യ ഗർഭം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നാട്ടിൽ വന്നതാണ്. എവിടെയെങ്കിലും പ്രസവിച്ചിട്ട് മല്ല മുങ്ങാനായിരുന്നു പ്ലാൻ. ഏതായാലും ഇപ്പോഴേ സീതത്തോട്, പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവരെ പിടികൂടിയിട്ടുമുണ്ട്. അവർക്ക് മക്കളും ഉണ്ട്, ഭർത്താവും ഇതെല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഇവർ ഇതുപോലെയുള്ള അറുവാണിത്തരം കാണിക്കുന്നത്. അതായത് പലരും എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിഹിതങ്ങൾ പിടിക്കപ്പെടുമ്പോഴാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. അവിഹിതങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കൊള്ളരുതാത്തവനാണ്. പിന്നീട് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന ആളായി, അയാൾ ചെലവിന് തരാത്ത ആളായി, അയാളെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കേസുകളും കൊടുക്കാൻ വരെ ഇവർ മടിക്കത്തില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ടീമുകൾ. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിഹിതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് കുറ്റക്കാരനായി. അതുവരെ ഭർത്താവ് നല്ലവനാണ്, ഭർത്താവിനൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും തരത്തിൽ തോന്നിക്കഴിഞ്ഞ് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ സംശയരോഗിയായി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റവാളിയായി. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കോ. ഭർത്താവുമായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. പിരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോഴേ ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ജോലിക്കും പോയതായിരിക്കും. അപ്പോൾ എക്സ്ട്രാ പൈസ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആ കുഞ്ഞിനെയും മറ്റുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ടാവുമല്ലോ അവിടുന്ന് മുങ്ങിയത്. അപ്പോൾ എത്രമാത്രം ഫ്രോഡായിരിക്കും ആ യുവതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ഭർത്താവ് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഭർത്താവിനല്ലേ കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക. ഓൻ കുടുംബം നോക്കാത്തവനാണ്, ഓൻ കുടുംബം നോക്കാത്തതുകൊണ്ടല്ലേ ഓക്ക് ഗൾഫിൽ പോകേണ്ടി വന്നത്, ഓൻ കൊള്ളരുതാത്തവനാണ്, അതുകൊണ്ടല്ലേ ഓള് പിരിഞ്ഞ് താമസിക്കുന്നത്. ഈ സ്വഭാവം വെച്ചിട്ട് ആയിക്കഴിഞ്ഞാൽ ഏത് ഭർത്താവാടെ നോക്കുക? അത് നിങ്ങളൊന്ന് പറ. അതായത് പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണിത്. പല കുടുംബങ്ങളിലും ഇപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാമതൊരുത്തൻ്റെ ഈ രംഗപ്രവേശനം തന്നെയാണ്. അതില്ലാതാക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കണം. അതാവേണ്ടത്. അതായത് കണ്ട റീൽസും കാര്യങ്ങളും വീഡിയോയും ഇതൊക്കെ കാണുമ്പോഴേ ഇവനെക്കാട്ടിയും നല്ലവൻ വേറെ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെ ഭർത്താവിനെയും മക്കളെയൊക്കെ പിന്നീട് അങ്ങോട്ട് മറക്കുകയാണ്. മറന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഏടാകൂടത്തിൽ പോയി ചാടും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയുന്നത് എന്താ, പല വിവാഹ മോചനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കൈ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതൊന്നും ഒരാൾ പോലും തുറന്നു പറയില്ല. അതാണ് ഇവരുടെയൊക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ. അതായത് എങ്ങനെയെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് വളരെ സങ്കടത്തോടു കൂടി ഇവരെ ഒഴിവാക്കാനാണ് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്നവനായിരിക്കും. വൈകുന്നേരം വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങും, അത്ര തന്നെ. ആ പാവത്തിന് വേറെ എന്നാ ചെയ്യാൻ കഴിയുക? അപ്പം അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ചോറ് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കുത്തിക്കൊണ്ട് നിന്ന് പിന്നെ സൊള്ളലാണ്. അങ്ങനെ സൊള്ളുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും പിന്നെ സ്നേഹങ്ങളും കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കാമുകന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം മാത്രമേ കൊടുക്കണ്ടൂ, അല്ലാതെ അവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട, അവർക്ക് ചെലവിന് കൊടുക്കണ്ട, ജോലിക്ക് പോകണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ കണ്ടിരുന്നില്ലേ കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഭാര്യയെ കൊലപ്പെടുത്തി അയാൾ പിന്നെ ജീവൻ ഒടുക്കിയത് കണ്ടില്ലേ? ആ 3 4 മക്കളുണ്ട്. ആ മക്കളെയും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ആ മക്കളെ വിട്ടിട്ട് ഈ സ്ത്രീ പോയിരുന്നത് വേറൊരുത്തിൻ്റെ കൂടെയാണ്. അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുന്നില്ലേ? അവന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന് ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പോയതാർക്കാണ്? ആ കുടുംബത്തിന് മാത്രം പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്ന് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കേട്ടോ, രണ്ടുപേരും ഉണ്ട്.
രണ്ടുപേരോടും പറയുകയാണ്, ദൈവത്തെയോർത്ത് നിങ്ങൾ മൂന്നാമതൊരുത്തനെ വീട്ടിൽ കയറ്റരുത്. ഇനി എന്തിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലായാലും ശരി, മൂന്നാമതൊരുത്തൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു നിങ്ങളുടെ ജീവിതം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ബെസ്റ്റി ഗിസ്റ്റി എന്നൊക്കെ പറഞ്ഞ പേരൂട്ട് മറ്റൊരുത്തന് ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റിങ് ഉണ്ടാകും. ഇന്ന് മിക്ക ആൾക്കാർക്കും, അതായത് എനിക്ക് തോന്നുന്നു ഒരു 50% ആൾക്കാർക്കും ഓരോ ബെസ്റ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നെറ്റും കാര്യങ്ങളൊക്കെ ഫ്രീയും എല്ലാം ഫ്രീ അല്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും സൊള്ളാം. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ ഇറങ്ങണം, ഇന്ന് വെളിയിലും ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മുന്നിലെത്തൂലേ. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗൾഫിലാണെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് നമുക്കറിയാലോ, അവിടുന്ന് പ്രസവിച്ചിട്ട് അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോകേണ്ടി വരില്ല. ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെല്ലിൽ കിടക്കാം. ആരോ കൊടുത്ത ഉപദേശമാണ്, മോളെ നീ നേരെ എവിടെയെങ്കിലും പോയിട്ട് പ്രസവിച്ചോ, എന്നിട്ട് എവിടെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ച് അവർ നോക്കിക്കോളും എന്ന് ആരോ പറഞ്ഞു വിട്ടിയാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്, അവനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരണം. ആരാണ് ഇതിൻ്റെ ആള്, ഏതവനാണ് ഗൾഫിൽ വെച്ചിട്ട് ഈ പരിപാടി ചെയ്തു കൊടുത്തത്, അതുവരെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിവിടെ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഇവിടെ ഒരു പെണ്ണുപിള്ളി ഉണ്ടാകും, ഇവനെ കാത്തിരിക്കുന്നതായിരിക്കും ആ സ്ത്രീയും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് ഈ സ്ത്രീയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവൻ അവൻ കല്യാണം കഴിച്ചവനായിരിക്കാൻ ചിലപ്പോൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാഗ്ദാനത്തിൽ പറയുമ്പോൾ ചതിക്കുഴിയിൽ പോയി ചാടുന്ന, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കാത്ത എത്രമാത്രം സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എത്ര സംഭവങ്ങൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയത്, എത്ര കാര്യങ്ങളാണ്. അതായത് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ, ഇവറ്റകൾ എന്തിനാണ് ഇങ്ങനെ ഈ പണിക്ക് പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ നടപടിയിലൂടെ പോയിക്കൂടെ. അല്ലാതെ ഇമാതിരി വൃത്തികെട്ട പരിപാടിയും ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഇതാണ് ചില ആൾക്കാർ ഇത് വിളിച്ചു പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കുറച്ചു കാലം മാത്രമേ ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പണം കിട്ടുന്ന പരിപാടിയല്ലേ എന്നുള്ള തരത്തിൽ ഇതിനെ എന്ന് പറഞ്ഞാൽ ലഘുവായിട്ട് കാണുന്ന ഒരു കൂട്ടം തെമ്മാടികൾ ഗൾഫിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വീടെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് പണി തുടങ്ങി, ഞാൻ കൂടുതൽ കസ്റ്റമറെ പ്രതീക്ഷിക്കുന്നു, എൻ്റെ വീട് പണി ഇന്നതായി, ഇനി അതെങ്ങനെയെങ്കിലും ബാർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓവർ ടൈം പണിയെടുക്കുന്നു. ഓവർ ടൈം എന്ത് പണി? അതായത് കള്ളു കുപ്പിയും മറ്റേ ഇതും കൊണ്ട് വെച്ചിട്ട് ആ ഒരു മതാലസ രൂപം ഇങ്ങനെ കാണിച്ചിട്ട് കുറേ വീഡിയോ ഇട്ടിട്ട് ഇവറ്റകളുടെയൊക്കെ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. എന്നിട്ട് പറയുന്നത് എന്താ, ഞാൻ വെറുതെ പറയുന്നതാണ്, ഞാൻ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല, നാണോ മാനോ ഉളുപ്പും ഉണ്ടോ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള തെമ്മാടികളെ വെറുതെ വിടാൻ പാടില്ല. ഇതിൻ്റെ പുറകിൽ കളിച്ചോനെയും കൃത്യമായിട്ട് പിടികൂടണം. അവൻ്റെ പേര് അറിയെങ്കിൽ മാത്രമേ, കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും അറിയില്ലായിരിക്കാം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ രേഖയും കാണിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ സാധാരണ തരികയുള്ളൂ. ഇതൊരു രേഖയും ഇല്ലാതെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല പൈസയും മേടിച്ചിട്ടുണ്ടാവും. അതിനെതിരെയും നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ചില വിദ്വാന്മാർ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഭവം ആ ഭർത്താവും അതുപോലെ കുട്ടികളും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ തെമ്മാടിത്തരം കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ ഭർത്താവ് ഉപേക്ഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം.